നിങ്ങൾക്ക് നോമ്പെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നാറുണ്ടോ? വൈകുന്നേരം എത്തുന്നതിന് മുന്നായിട്ട് എനർജിയൊക്കെ സീറോ ആകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? നമ്മൾ സാധാരണയായിട്ട് അത്താഴത്തിന്, അതായത് സുഹൂർ സമയത്തൊക്കെ നമ്മൾ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത്? പഴം, ജ്യൂസ്, വറുത്ത ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ എണ്ണയിൽ വറുത്ത സാധനങ്ങൾ, പത്തിരി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കില്ല. അതൊക്കെ പെട്ടെന്ന് ദഹിച്ചു പോകും കേട്ടോ. എന്നാൽ നമുക്ക് പ്രോട്ടീനൊട്ട് അധികം കിട്ടുകയുമില്ല. പിന്നെ എന്താണ്? ബിരിയാണി ഐറ്റംസ്, ഇതൊക്കെയാണല്ലേ നമ്മൾ കൂടുതൽ കഴിക്കാറുള്ളത്. നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ഈ വിശപ്പ് അല്ലെങ്കിൽ ഈ ക്ഷീണം അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നറിയോ നിങ്ങൾക്ക്? സാധാരണയായിട്ട് ഇത് വിശപ്പല്ല, ഇത് ശരിക്കും നമ്മുടെ പ്രോട്ടീൻ കുറയുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു തളർച്ച അല്ലെങ്കിൽ ക്ഷീണം നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം അതിന് വേണ്ടിയിട്ട്? നമ്മുടെ ശരീരത്തിലേക്ക് നല്ല പ്രോട്ടീൻ വേണം അല്ലേ? റിച്ച് ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ക്യാഷ് ഒന്നും കൊടുത്ത് വാങ്ങിക്കുന്ന ഫുഡല്ല കേട്ടോ ഈ റിച്ച് ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പ്രോട്ടീൻ അടങ്ങുന്ന, ഫൈബർ അടങ്ങുന്ന ഫുഡിനെയാണ് നമ്മൾ ഈ ഒരു റിച്ച് ഫുഡ് എന്ന് പറയുന്നത്. സാധാരണ ഒരു അഡൽട്ട് പേഴ്സണ്, അതായത് നല്ലൊരു ആരോഗ്യമുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ 60 ഗ്രാം വരെയും പ്രോട്ടീന് വേണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അത്താഴത്തിനാണെന്നുണ്ടെങ്കിൽ, അതായത് സുഹൂർ സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഒരു 15-25 പ്രോട്ടീൻ വരെ നമുക്ക് കഴിക്കാം എന്നുള്ളതാണ്. ശരിക്കും നമുക്ക് ഈ പ്രോട്ടീനൊക്കെ കറക്റ്റായിട്ട് ചെല്ലുന്നുണ്ടോ? നമ്മളത് ആരും ശ്രദ്ധിക്കാറില്ലല്ലേ. നമുക്ക് കിട്ടുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് കഴിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? കുറേ കഴിയുമ്പോൾ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് ക്ഷീണിക്കും. ചോറൊക്കെ കഴിക്കുന്നവരുണ്ട്. ഞാനൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. അറിവില്ലായ്മ മൂലം പണ്ട് ചോറൊക്കെ നന്നായിട്ട് കഴിക്കുമായിരുന്നു. പക്ഷെ നമുക്ക് എന്ത് ചെയ്യും? 10-11 മണി ആകുമ്പോഴേക്കും നമുക്കതിൻ്റെ ക്ഷീണം അനുഭവിച്ചു തുടങ്ങും. കാരണം നമുക്ക് ആ ഒരു വയറ് നിറയും എന്നതല്ലാതെ നമുക്ക് പ്രോട്ടീനായിട്ട് ഒന്നും ചെല്ലുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ വീഡിയോ കുറച്ച് റെസിപ്പീസ് ഒന്നുമല്ല, കുറച്ച് അത്താഴത്തിന് നമുക്ക് അല്ലെങ്കിൽ സുഹൂർ സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കുറച്ച് ഫുഡിൻ്റെ കാര്യമാണ് പറയുന്നത്. 2 മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 12 ഗ്രാം വരെ പ്രോട്ടീൻ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ മുട്ട ഓംലേറ്റ് ആയിട്ട് കഴിക്കുകയോ അല്ലെങ്കിൽ എന്താണ് മുട്ട പുഴുങ്ങി കഴിക്കുകയോ അല്ലെങ്കിൽ സലാഡ് ഉണ്ടാക്കുമ്പോൾ അതിലൂടെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എന്താ പറയുക, ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയോ ചെയ്തിട്ട് നമുക്ക് അത് കഴിക്കാം. അതിൻ്റെ ഒപ്പം നമ്മൾ പാലും കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 8-6 ഗ്രാം പ്രോട്ടീൻ വരെയും കിട്ടും. അപ്പോൾ നമുക്കൊരു 15-20 പ്രോട്ടീൻ തന്നെ നമുക്ക് ആ ഒരു എഗ്ഗും മിൽക്കും കൂടി കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി പാലിൻ്റെ ഒപ്പം നമ്മൾ പാലിനൊരു 6-8 ഗ്രാം നമുക്ക് പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഈ പാലിൻ്റെ ഒപ്പം മുട്ട ഒഴിവാക്കിയിട്ട് നമ്മൾ കുറച്ച് ആൽമണ്ട് കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 ഗ്രാം പ്രോട്ടീൻ വരെയും കിട്ടും. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നു? ആ പ്രോട്ടീൻ അവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. അതുപോലെ നമുക്ക് സ്പ്രൗട്ട്സ് കഴിക്കുന്നത് ഏറ്റവും പ്രോട്ടീൻ കിട്ടുന്ന ഒരു സംഭവമാണ്. സ്പ്രൗട്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെറിയ ധാന്യങ്ങൾ മുളപ്പിച്ച് കഴിക്കുന്നത്, അതായത് കടല മുളപ്പിച്ച്, വെള്ളക്കടല മുളപ്പിച്ച് കഴിക്കുന്നത് ബെസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ചെറുപയർ, പച്ച ചെറുപയറില്ലേ, അത് മുളപ്പിച്ചിട്ട് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റുകയോ എന്നിട്ട് ഒന്ന് നമ്മൾ എന്താ പറയുക, ഒന്ന് സലാഡ് പോലെ ഉണ്ടാക്കി കുറച്ച് സവാളയും തക്കാളിയൊക്കെ കട്ട് ചെയ്തിടാം കേട്ടോ. അതിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല രസത്തിൽ അതിലും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് എന്താണ് എഗ്ഗ് കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഇതേപോലെയുള്ള മുളപ്പിച്ച ധാന്യങ്ങൾ നമ്മൾ കഴിക്കുന്നത് ഏറ്റവും പ്രോട്ടീൻ റിച്ച് ആയിരിക്കും കേട്ടോ. അത് 13 ഗ്രാമൊക്കെ നമുക്ക് ഇത് വരുന്നുണ്ട്, പ്രോട്ടീൻ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലാണ് എടുക്കേണ്ടത്. അത് ശരിക്കും നമുക്ക് സലാഡ് പോലെ നമുക്ക് കഴിക്കാം കേട്ടോ. അതും നമുക്ക് നല്ലതാണ്. വെജിറ്റേറിയൻകാർക്ക് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എഗ്ഗും പാലൊന്നും കഴിക്കാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ ഓട്സ് ആണ്. ഓട്സ് ബെസ്റ്റ് ഒരു പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഒരു സംഭവമാണ്. അത് ശരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഓട്സ് ഒന്ന് ചെറിയ കുറച്ച് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എന്താ ബീൻസ്, അതുപോലെ തന്നെ ക്യാരറ്റ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ടിട്ട് അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് 2 എഗ്ഗും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഉപ്പ് ഇട്ട് കൊടുക്കാം. ചിലർക്ക് മധുരം ആ സമയത്ത് കഴിക്കുന്നത് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉപ്പിട്ടിട്ട് നമുക്ക് ചെറിയ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ മധുരം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ പീനട്ട് ബട്ടർ ഉണ്ടല്ലോ, അത് നമുക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമുക്കിങ്ങനെ ജസ്റ്റ് കോരി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും.
നമ്മൾ ഓട്സ് കഴിക്കുമ്പോൾ അതിൽ തന്നെ 6 ഗ്രാം നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. പിന്നെ എഗ്ഗ് കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്കൊരു 12 ഗ്രാമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ കറക്റ്റായിട്ടൊരു 18 ഗ്രാമൊക്കെ പ്രോട്ടീൻ നമുക്ക് രാവിലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാവരുടെയും വിചാരം നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് വയറ് ഫുള്ളായിട്ട് ഇങ്ങനെ ഭക്ഷണം തിക്കി നിറച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, വൈകുന്നേരം വരെ നമുക്ക് വിശപ്പില്ലാതെ ഇങ്ങനെ ഇരിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ വിവരമൊക്കെ തെറ്റാണ് കേട്ടോ. ഞാനൊക്കെ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. നമുക്ക് കുറച്ച് അറിവുകളൊക്കെ അവിടെ നിന്നൊക്കെ കിട്ടി തുടങ്ങിയപ്പോഴാണ് സംഭവം. നമുക്ക് ഒരു 11 മണി 1 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് വിശക്കാറുണ്ട് അല്ലേ? അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നല്ല ക്ഷീണം തോന്നാറുണ്ട്. അത് നമുക്ക് പ്രോട്ടീൻ കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ നോമ്പിന് എല്ലാവരും ഇതേപോലെയുള്ള ഫുഡുകൾ കഴിക്കുക. അതുപോലെ റാഗി നല്ലൊരു സംഭവമാണ്. റാഗിയുടെ ദോശ ഉണ്ടാക്കി കഴിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചെറുപയറിൻ്റെ ദോശ മുളപ്പിച്ചിട്ട് അതടിച്ചിട്ട് ദോശ ഉണ്ടാക്കി കഴിക്കുന്നതും ബെസ്റ്റാണ്. അതുപോലെ ഓട്സിൻ്റെ ദോശ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ ഓട്സ് കൊണ്ടും അതുപോലെ തന്നെ ഈ ചെറുപയർ അതുപോലെ നമ്മുടെ റാഗിയുടെ പൊടിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടൊക്കെ നമുക്ക് പല പല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് എല്ലാവരും ഇക്കൊല്ലം റെഡിയാക്കി നോക്കണമെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നിങ്ങളുടെ എന്താ പറയുക കമൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അതുപോലെ ലൈക്കും സബും ചെയ്യാനായിട്ട് ആരും മറക്കണ്ട. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. റംദാൻ മുബാറക്.